പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ 2025 ജനുവരി 12-ാം തീയതി, അതായത് 1200 ധനുമാസം 28-ാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:50-നും അസ്തമയം വൈകിട്ട് 6:16-നുമാകുന്നു. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു യഥാർത്ഥത്തിൽ രാഹുകാലം. പക്ഷെ പലപ്പോഴും സൂര്യോദയത്തിന് ബേസ് ചെയ്താണ് നാം രാഹുകാലം കണക്കാക്കേണ്ടത്. അത് എത്രത്തോളം പേർ അനുവർത്തിക്കുന്നുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവർ പഴയ പഞ്ചാംഗത്തിലുള്ള പ്രമാണം നോക്കി രാഹുകാലം ഇത്ര മണിക്കാണെന്ന് നിശ്ചയിക്കുന്നു. അതിൽ നിന്നും മാറ്റിയെടുക്കുവാൻ വളരെ പ്രയാസമുണ്ട്. നാളത്തെ നക്ഷത്രം പ്രായണ മകേരി നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മകേരി നക്ഷത്രം. പക്ഷേ മകേരി നക്ഷത്രം കാലത്ത് 11:30 വരെയാണ് ഉള്ളത്. അതിനാൽ നിങ്ങൾക്ക് കാലത്ത് മകേരി നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ചൊവ്വയാകുന്നു. മകേരിയും ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം ചൊവ്വയാകുന്നു. അതിനാൽ ഇന്ന് ചൊവ്വ നീചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുന്നു. അതിനാൽ ചൊവ്വാപ്രീതി ചെയ്യുന്നത് വളരെ ഗുണമാണ്. പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും, സ്ത്രീ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് സ്ത്രീ രാശിയിലാണ്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കുക കാലത്ത് തന്നെ. അതുമാത്രമല്ല, വടക്കൻ മലബാറിൽ മിക്കവാറും ഭദ്രകാളി ക്ഷേത്രത്തിൽ അതിൻ്റെ ചൈതന്യത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ശിവൻ്റെ പ്രതിഷ്ഠയും കാണാവുന്നതാണ്. അതിനാൽ ശിവനും ഭദ്രകാളിയുമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് നിങ്ങൾക്ക് നാളെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. 11:30 കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം മാറി തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര സർപ്പത്തിന് ആധിപത്യമുള്ള നക്ഷത്രമാണ്. തിരുവാതിര, ചോതി, ചതയം ഈ 3 നക്ഷത്രങ്ങളെയും ആധിപത്യമുള്ള ഗ്രഹം രാഹുവാകുന്നു. അതിനാൽ വൈകിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർപ്പക്ഷേത്രത്തിൽ സന്ദർശിക്കണം. സർപ്പക്ഷേത്രത്തിൽ സന്ദർശിച്ച് അവിടെ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി, നാഗങ്ങൾക്ക് 100 പാലും ഒക്കെ വഴിപാടായി സമർപ്പിക്കുക. വളരെ അനുകൂലമായി രാഹുപ്രീതി ലഭിക്കുവാൻ നിങ്ങൾക്ക് ഈ ദിനം സഹായകരമാണ്. ഓം രാഘവേ നമഃ, ഓം കേളവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി ഭവിക്കാവുന്നതാണ്. സർപ്പപ്രീതിയിൽ അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ. നമുക്ക് ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി ചെയ്യണമെന്നാണ്. പ്രത്യേകിച്ച് കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നു നാഗങ്ങൾ. ശരീരത്തിൽ നിങ്ങളുടെ ഓറയിൽ സഹസ്രാരചക്രം ശിരസ്സുമായി ബന്ധപ്പെടുന്ന ഭാഗത്തെയാണ് ശനി, രാഹു, കേതു ഇവ പ്രതിനിധാനം ചെയ്യുന്നത്. അതിനാൽ ന്യൂറോ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വളരെയധികം പരിഹാരമായിരിക്കും ഈ സർപ്പപ്രീതി ചെയ്യുന്നത്. നാളത്തെ ശുഭമുഹൂർത്തവും നിങ്ങൾ മനസ്സിലാക്കണം. നാളെ ഞായറാഴ്ച 11:30 ശേഷം തിരുവാതിരക്ക് ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാറില്ല. വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാൻ പറ്റാത്ത നക്ഷത്രമാണ് തിരുവാതിര. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമൻ, ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, പൂരം, പൂരാടം, പൊരുരുട്ടാതി, തൃക്കേട്ട ഈ 7 നക്ഷത്രങ്ങളും ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. അതിനാൽ മകേരി നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്ക് അനുവദനീയമായ നക്ഷത്രമാകുന്നു. അത് വിവാഹ നക്ഷത്രമായും മുഹൂർത്ത നക്ഷത്രങ്ങളുമായും നാം സ്വീകരിക്കാറുണ്ട്. അതിനാൽ നാളെ കാലത്ത് 8:50 മുതൽ 10:50 വരെയുള്ള ആ 2 മണിക്കൂർ ദൈർഘ്യമുള്ള സമയം ശുഭകാര്യങ്ങൾക്ക്, വിവാഹത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിശ്ചയം മുതലായ കർമ്മങ്ങളാണെങ്കിൽ അത് 11 മണിക്ക് 10:50 ആകുമ്പോഴേക്കും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണമാണ്. അതേ രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളായാലും ഞാൻ തന്നിരിക്കുന്ന സമയവും നല്ല ബുധൻ്റെ കാലഹോരയാണ്. വിദ്യ പകർന്നു കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. തിരുവാതിരയും വിദ്യക്ക് ഏറ്റവും ശുഭമായ നക്ഷത്രമാണ്. ബാക്കി ഒരു കാര്യങ്ങൾക്കും തിരുവാതിര ഉപയോഗിക്കുകയില്ല. പക്ഷേ വിദ്യ പകർന്നു കൊടുക്കാൻ നാം തിരുവാതിര ഉപയോഗിക്കും. പക്ഷേ വൈകിട്ട് 11:30 ശേഷം നാം ആർക്കും അക്ഷരാഭ്യാസം കുറിച്ച് കൊടുക്കാറില്ലല്ലോ. പക്ഷേ തിരുവാതിരക്ക് അങ്ങനത്തെ ഒരു മേന്മയുണ്ട്. ശിവൻ്റെ നക്ഷത്രമായതുകൊണ്ടാണ്. കാരണം ശിവനിലൂടെയാണ് നാം ദക്ഷിണാമൂർത്തി സ്വാമിയെ നാം സങ്കല്പിക്കുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ രാശിചക്ര ചിന്ത ചെയ്യുമ്പോൾ പ്രധാനമായും ദക്ഷിണാമൂർത്തി സ്വാമിയാണ് നാം പ്രാർത്ഥിക്കുക. അതൊരു വലിയ ബലമാണ്. ഓം ദക്ഷിണാമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥനയിലൂടെ നാം ആ ശിവചൈതന്യത്തെ എന്ത് ചെയ്യുന്നു, ആ രാശിയിലേക്ക് പൂർണ്ണമായും ശക്തമായിട്ട് ആവാഹിച്ച് അവിടെ സ്ഥാപിക്കുന്നു. ഹോരാഗ്രന്ഥങ്ങളിൽ അതിശക്തമായി ഈ ശ്ലോകം ഓം കൈലാസാദ്രീശകോണേ സുരവിളിപിതടേ സ്ഫാടികേ മണ്ഡപേ
സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമവാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദതത മൃഷികണേ ജ്ഞാനം ഈശാനമീടെ എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അദ്ദേഹത്തെ നാം സ്വീകരിച്ചിരുത്തുക. ജ്ഞാനമുദ്രാം വഹന്തം, അറിവിൻ്റെ മുദ്രയാണ് അദ്ദേഹത്തിൻ്റെ ബലം, ചിന്മുദ്രയാണ്. ചിന്മുദ്രക്കാണ് നാം അറിവിൻ്റെ മുദ്ര, നോളേജ് മുദ്ര എന്നൊക്കെ പറയുന്നത്. അതിനാൽ ദക്ഷിണാമൂർത്തി ഏത് വിദ്യയ്ക്കും ഏറ്റവും അധികം നാം ആശ്രയിക്കുന്ന ദേവതയാകുന്നു. നാളത്തെ എല്ലാ ശുഭകാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കാലത്ത് മകയിര നക്ഷത്രമായതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഗുണമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.